ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഗ്രീൻ പീസ് കറിയാണ് വയ്ക്കുന്നത്. അതിനായി പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, സവാള എന്നിവ അരിഞ്ഞ് മാറ്റി വയ്ക്കാം. കൂടെ ഒരു ക്യാരറ്റും കിഴങ്ങും ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി ഒരു കുക്കർ എടുത്ത് കഴുകി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും അതിൻ്റെ ഒപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സവാള, കറിവേപ്പില, ക്യാരറ്റ്, കിഴങ്ങ് എന്നിവ ഒന്നിച്ച് ചേർക്കാം. അതുപോലെ തന്നെ മസാല ഐറ്റംസായ കറുവപ്പട്ട, വഴണയില, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി എന്നിവ ആവശ്യത്തിന് കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം അല്പം എണ്ണ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിനി കുക്കർ തട്ടി സ്റ്റൗവേ കയറ്റിയാലോ. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഗ്രീൻ പീസ് എല്ലാം വേവാൻ വയ്ക്കാം. ഒരു ദിവസം സോക്ക് ചെയ്തതിനാൽ ഒരു വിസിൽ ധാരാളം മതി. ഒരു 12 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചാൽ ഗ്രീൻ പീസിന് ഒരു വിസിൽ മതിയാകും. അല്ലെങ്കിൽ ഒരു 3-4 വിസിലെങ്കിലും അടിക്കുന്നത് നന്നായിരിക്കും. ഈ സമയം കൊണ്ട് നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയുള്ള കൊച്ചുള്ളി എല്ലാം അരിഞ്ഞെടുക്കാം. വിസിൽ പോയതിന് ശേഷം കുക്കർ തുറന്ന് വെള്ളമില്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അല്പം ഗരം മസാല കൂടി ചേർത്ത് നന്നായി ഇളക്കുക. എന്നിട്ട് 5 മിനിറ്റ് ഒന്ന് വേവാൻ വയ്ക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം കുറച്ച് മസാല ഐറ്റംസ് നമ്മൾ ചേർത്ത് കൊടുത്തതുകൊണ്ട് വളരെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്താൽ മതിയാകും. ഈ സമയം ഒരു പാൻ എടുത്ത് അല്പം വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കൂടെ ചില്ലി ഫ്ലേക്സും അല്പം കറിവേപ്പിലയും കൊച്ചുള്ളിയും നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. കൊച്ചുള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? പുതിയ വീഡിയോസിനായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.